It's the biggest blockbuster Saturday. And Sony Live and Sony Sports Network won't stop at one arena. Early 1990s, the era of change for India. The old heroes were gone and the new ones were yet to rise. മൊബൈൽ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നതിന് മുൻപത്തെ ഈ ലോകം വളരെ പതുക്കെ അതിൻ്റെതായ സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാജ്യത്തിന്റെ എക്കണോമി ആയാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലെ പേപ്പർ വർക്കോ അതുമല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ്, വേഗതയുള്ള ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ സാധാരണ മനുഷ്യൻ ഷെയർ മാർക്കറ്റ് മുഖേന അയാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഷെയർ മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന ലാഭത്തെക്കുറിച്ച് ആലോചിച്ച് എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് പുറകിലുള്ള സത്യാവസ്ഥ മുന്നിൽ വന്നിട്ടും ആർക്കും അത് കാണാൻ കഴിഞ്ഞില്ല. അവസാനം ആ ദിവസമെത്തി. അത് ഭാരതത്തിന്റെ സാമ്പത്തിക നില തകിടം മറിച്ചു. പക്ഷേ അന്ന് സംഭവിച്ച കഥയുടെ തുടക്കം ഒരു ദിവസം മുൻപേ ആയിരുന്നു. തനിക്കെന്താ കണ്ണു കാണത്തില്ലയോ? സർ സർ എക്സ്ക്യൂസ് മീ സർ. സാർ എനിക്ക് എഡിറ്ററിനെ ഒന്ന് കാണണം, വളരെ അർജന്റാ സാർ. ഓ, യുവർ ഗുഡ് നെയിം? സർ ഐ ആം ശരത് ബല്ലാരി ഫ്രം SBI. ഐ സി. സാർ എൻ്റെ അടുത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് സർ. സോ ഏത് എഡിറ്ററെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്? എക്സിക്യൂട്ടീവ് എഡിറ്റർ, സിറ്റി എഡിറ്റർ, സ്പോർട്സ് എഡിറ്റർ, ബിസിനസ് എഡിറ്റർ? സർ ആരായാലും കുഴപ്പമില്ല സാർ, എനിക്കൊട്ടും സമയമില്ല സാർ. സാർ ഇനിയും വൈകിയാൽ നാളെ വരാനുള്ള വാർത്ത ചൂടാറിപ്പോവും സാർ. ഇനി സാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയാം സാർ. സാറിനെ കണ്ടിട്ട് ഒരു സീനിയർ എഡിറ്റർ ആണെന്ന് തോന്നുന്നു. ഓ നോ നോ നോ, ഐ എം ജസ്റ്റ് എ കോമൺ മാൻ. യു സി സാർ, സാർ RK. യെസ് യെസ്, RK ലക്ഷ്മൺ. നിങ്ങളുടെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അതെ സാർ. നിങ്ങൾ ബിസിനസ് എഡിറ്റർ മിസ്റ്റർ കിരൺ അജ്കോങ്കറെ മീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, I'll call you back. ലക്ഷ്മൺ സാർ, നിങ്ങളോ? കിരൺ, ഇതേ നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കാം. സാർ എന്തിനാ വന്നേ? ഒരു പ്യൂൺ അയച്ച പോരായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു സാർ. ഹലോ. Tell me, how can I help you? കുടിക്കാൻ എന്തെങ്കിലും ചായയോ കാപ്പിയോ അല്ലെങ്കിൽ വെള്ളം? സാർ അതൊന്നും വേണ്ട സാർ. സാർ പിന്നെ സാർ, അത് SBIയിൽ വലിയൊരു പ്രശ്നം നടന്നു സാർ. വലിയൊരു ഫ്രോഡാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളത് അറിഞ്ഞിരിക്കണം സാർ. SBIയിൽ ഫ്രോഡോ? അതെ സാർ. ഗോ ഓൺ. സാർ ബാങ്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, അതും BR ഇല്ലാതെ സാർ. BR? ബാങ്ക് റെസിപ്റ്റ് സാർ. ഓ, ബാങ്ക് റെസീപ്റ്റ്. സാർ SGL നോട്ട് വരെ കിട്ടിയിട്ടില്ല. PDOയിൽ ബുക്ക് വെച്ച് നോക്കുമ്പോൾ ടാലി ആവുന്നില്ല സാർ. വലിയൊരു പ്രശ്നമാണ് സാർ ഇത്. SGL, PDO? സാർ SGL ഈസ് സബ്സിഡറി ജനറൽ ലെഡ്ജർ ആൻഡ് PDO ഈസ് പബ്ലിക് ഡെറ്റ് ഓഫീസ്. RBIയുടെ ആണ്. അതുകൊണ്ട് SGLഉം പിന്നെ ഈ BR ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് സാർ. ഇത് വളരെ ടെക്നിക്കലാണ്. ഇതെല്ലാം അറിയാവുന്ന ഒരാളടുത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അയക്കട്ടെ? സാർ പ്ലീസ് പെട്ടെന്ന് 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 നോക്കൂ സാർ. ഇദ്ദേഹത്തെ സുചേത മാഡത്തിന് എടുത്തുകൊണ്ടു പ്ലീസ്. ഓക്കെ സാർ. താങ്ക് യു സാർ. വരൂ സാർ, വരുന്നു. നിങ്ങൾക്ക് ഇത് രാവിലെ പറയായിരുന്നില്ലേ? ഒന്ന് കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. സാർ അതെ അങ്ങോട്ട്. സോറി സുചിത, പക്ഷേ ഈ നിങ്ങൾ ഇങ്ങനെ സോറി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? സ്ട്രൈക്ക് ഓവർ ആവുന്നതിന് മുൻപേ ഈ സ്റ്റോറി പോയാലേ കാര്യമുള്ളൂ. അല്ലാതെ പിന്നെ എപ്പോഴും ഇത് തന്നെയല്ലേ? എല്ലായ്പ്പോഴും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെയാ? മാഡം, കിരൺ സാർ ഇദ്ദേഹത്തെ നിങ്ങളെ കാണാൻ പറഞ്ഞു. സാർ അതെ അങ്ങോട്ട്. ഞാൻ ശരത് ബല്ലാരി ഫ്രം SBI. ഇരിക്കൂ. പിന്നെ മനുമന്ത്രയുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കണം. ഈ സ്ട്രൈക്കിന് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഫൈൻ. ശ്രേയ, മറ്റുള്ള സോഴ്സിനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പക്ഷെ അവിടെ വേണ്ടാത്ത വർത്തമാനത്തൊന്നും നിൽക്കണ്ട. എനിക്കിത് വേഗം ഫയൽ ചെയ്യണം. നിങ്ങൾ ദയവേത് ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണം. നമുക്ക് ഒരേ എക്സ്ക്യൂസ് എങ്ങനെയാ എപ്പോഴും പറയാൻ പറ്റുക? നിങ്ങൾ പറയൂ. മാഡം. പറയുന്നേ. അതെ, ഡെഡ് ലൈൻ എന്ന് വെച്ചാൽ ഡെഡ് ലൈൻ തന്നെയാ. കറക്റ്റ്. അതല്ല, താങ്കൾ വന്ന കാര്യം പറയും. അത് പിന്നെ ഞാൻ ശരത് ബല്ലാരി ഫ്രം ഒരു സെക്കൻഡ്, ഈ കോൾ എടുത്തോട്ടെ.
ഹലോ രവി, നമുക്ക് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിനൊപ്പമുള്ള കോൺഫറൻസ് നടക്കില്ല. ഇല്ല, അത് നടക്കില്ല. ഒരു സെക്കൻഡ്, ചായ കുടിക്കുമല്ലോ. ഇദ്ദേഹത്തിനൊരു ചായ കൊണ്ടുവരൂ. യാ, ഇല്ല, സ്ട്രൈക്ക് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഐ നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. താങ്ക്സ്. അപ്പം ഞാൻ പിന്നെ വിളിക്കാം. ഇതും കൂടെ ഒന്ന്. ഹലോ, ബ്രെഡും ബട്ടറും പറഞ്ഞത് രാവിലെ ആയിരുന്നില്ലേ? ഉച്ചയായില്ലേ? ഇനി ആഹാരം കഴിക്കണ്ടേ? വേണ്ട വേണ്ട, പിന്നെ മതി. മനസ്സിലായോ? താങ്ക് യു. അല്ല, ചായ കിട്ടിയില്ലേ? എന്താ ഇത് ആദിത്യ? സോറി, എനിക്ക് പോവാനുണ്ട് മാം. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചായ ഒന്നും വേണ്ട, അതല്ല എനിക്ക് വേണ്ടത്. ഓക്കെ, സോറി മിസ്റ്റർ ബെല്ലാരി, പ്ലീസ്. മാം, ഐ എം ശരത് ബെല്ലാരി ഫ്രം SBI. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. SBIയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ പഴയതുപോലെയൊന്നും അല്ല. പഴയ SBIക്കും ഇപ്പോഴത്തെ SBIക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വളരെ വലിയൊരു സ്കാൻഡൽ. നിങ്ങളൊന്നും ചിന്തിക്കുക പോലുമില്ല. അത്രയ്ക്ക് വലിയ ഫ്രോഡാ ഉണ്ടായേ. ഫ്രോഡോ? $500 കോടിയാണ്. 500 crores. SBIയുടെ ബുക്സിൽ നിന്നും 500 crores മിസ്സിംഗ് ആണ്. BR ഇല്ലാതെ പേയ്മെന്റ് പോയിരിക്കുന്നത് മാം. BR എന്ന് പറഞ്ഞ ബാങ്ക് റിസീപ്റ്റ്സ് അറിയാം. താങ്കൾക്ക് SBIയിൽ എന്താണ് ജോലി? ഏത് ഡിപ്പാർട്ട്മെന്റാ? BR അല്ല മാം, പബ്ലിക് റിലേഷൻ. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? മാം, ഇത് കുറെ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. എന്നും മീറ്റിംഗ് ആണ് ഓഫീസിൽ. പക്ഷെ ഇപ്പോഴെന്താ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. കാരണം SGL പോലും വന്നിട്ടില്ല. ഇതൊക്കെ ഈ ബുക്കിൽ എങ്ങനെ കാണിക്കും? അല്ല, SGL എന്ന് പറഞ്ഞ സബ്സിഡിയറി ജനറൽ ലെഡ്ജർ, എനിക്കറിയാം. അപ്പോ SBI 500 crore പേയ്മെന്റാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അതിനെതിരായിട്ട് SGLും BRും ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? 500 കോടി എന്ന് പറയുന്നത് അത് അത്രയ്ക്കും വലിയൊരു തുകയല്ലേ? അത്രയ്ക്ക് വലിയതാണ് ഈ ഫ്രോഡ്. ഇനി ഇതിനേക്കാൾ കൂടാനും സാധ്യതയുണ്ട്. ഈ ഫ്രോഡ് ആരാ ചെയ്തെന്ന് നിങ്ങൾക്കറിയോ? അർഷദ് മേത്ത മാം. ഈ കഥ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാമിനെ കുറിച്ച് മാത്രമല്ല, ഈ കഥ ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച്, നമ്മളെ എല്ലാവരെയും കുറിച്ചാണ്, നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച്. ഈ സ്വപ്നങ്ങളിൽ ഹർഷദ് ശാന്തിലാൽ മെഹ്റയാണ് ജീവിച്ചത്. 1992-ൽ ഹർഷദ് ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് ടാക്സ് പെയർ ആയിരുന്നു. അയാളുടെ പേഴ്സണൽ ഹോൾഡിംഗ്സ് 4000 കോടിയായിരുന്നു. അത് വലിയൊരു തുകയല്ലേ? ഈ തുക ഇന്നത്തെ ഇൻഫ്ലേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ അതിന്റെ കണക്ക് 20,000 കോടിയേക്കാൾ അധികമായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലെ ചെറുക്കൻ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയ്ക്കും വലിയൊരു തുക സമ്പാദിച്ചത് എങ്ങനെയാണ്? ഹർഷദിന് ക്രിക്കറ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ നല്ലൊരു സ്പിൻ ബൗളർ ആയിരുന്നു ഹർഷദ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിലും രഞ്ജി ട്രോഫി എങ്കിലും വിജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പഠിപ്പിൽ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് കോളേജ് ലൈഫ് ക്രിക്കറ്റും ഡാൻസും ഒക്കെയായി അങ്ങ് പോയി. അച്ഛന്റെ ഫെയിലായ തുണിക്കച്ചവടം കാരണം റെസ്പോൺസിബിലിറ്റീസ് കൂടിയതേ ഉള്ളൂ.
എന്നാൽ വീട്ടുചെലവിനു വേണ്ടി ഹർഷത് എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ മാസം 600 രൂപ കിട്ടുന്ന ക്ലർക്കിന്റെ ജോലി, അതുമല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്സ്, സിമന്റ്, ഡയമണ്ട് എന്നീ സാധനങ്ങളുടെ വിൽപ്പന. പക്ഷെ കിട്ടുന്ന പണം ഒരിക്കലും തികയാറില്ല. കാരണം ഹർഷത്തിന്റെ സ്വപ്നങ്ങൾ ഈ ചെറിയ തുകയിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം ഹർഷത്തിന്റെ തിരക്കും കൂടി വന്നു. ഇന്നാരാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? അവർക്ക് 100-ൽ 100 മാർക്ക്. ഏട്ടത്തി ഉണ്ടാക്കിയത് ഇവന്റെ. ഈ ജന്മത്തിൽ എനിക്കൊരു ഏട്ടത്തി ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ? എന്റെ ചേട്ടാ, ഞാൻ വിവാഹം കഴിച്ചോളാം. അതിനിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ജ്യോതി, സത്യം നല്ല രുചിയുണ്ട്. കൂട്ടാൻ ചെറുതായിട്ട് കഴിഞ്ഞിട്ടില്ലേ? നിനക്ക് നോക്കി അങ്ങനെയൊക്കെ ഇരിക്കാതെ തോന്നും. കഴിക്കടാ. പതുക്കെ കണ്ടു നിന്റെ അവസ്ഥ എന്തായിരിക്കും. ഏട്ടത്തി ഇവനെ വെറുതെ വിടല്ലേ? നീ ഇവിടെ വന്ന് ഇരിക്കു ജ്യോതി. കുഴപ്പമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇരിക്കിരിക്കെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ കഴിച്ചു തരും. വാ, നമുക്കെന്താ മുറുക്കാം. ആ മോനെ, നീ എനിക്ക് വേണ്ടി മുറുക്കാൻ എടുക്കുമ്പോ ഒരു കാര്യം മനസ്സിലായി അച്ഛാ, പോകയില്ല വേണ്ട അതല്ലേ? അതെ, കഴിക്കട്ടെ. നീ എന്താ ഈ പറയുന്നത്? ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എന്താ നിന്റെ ഉദ്ദേശം? വീടിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ വീട് ഇപ്പൊ ലോക്കൽ ട്രെയിൻ പോലെയാ. എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉന്തിയും തള്ളി മുന്നോട്ട് പോകുന്നത്? ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉള്ളതാ. അതിന്റെ ആവശ്യമില്ലെന്നേ, അതല്ലേ ഞാൻ പറയുന്നത്. നോക്കൂ ഹർഷത്, ഒരു കാര്യം പറയാം. നീ ജ്യോതിയോടൊപ്പം ഒരു കുഞ്ഞു വീട് നോക്കി ഇവിടുന്ന് മാറിക്കോ. വീടില്ലെങ്കിലും നിങ്ങൾ അടുത്ത് കാണില്ലേ? നീ ഇതെന്താ പറയുന്നത്? വീട് മാറണമെങ്കിൽ ഒന്നിച്ചായിക്കൂടെ? വലിയൊരു വീട് നോക്കിയാ പോരെ? വലിയ വീടോ? വലിയ വീടിനുള്ള പണമുണ്ടോ നമ്മുടെ കയ്യിൽ? അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ ഡയമണ്ട് മാർക്കറ്റും ഡൗൺ ആയി കിടക്കുക. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. കിട്ടും, നന്നായിട്ട് നടക്കും. പക്ഷെ പതുക്കെയാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. തട്ടുകട കൊടുത്തിട്ട് വണ്ടി മേടിക്കുന്നു. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ 3 മടങ്ങ് പ്രോഫിറ്റ്. എല്ലാവരും നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. ജിഗ്നേഷ് കണ്ടില്ലേ ഷെയർ മാർക്കറ്റിൽ എത്ര പൈസ ഉണ്ടാക്കിയ? അതെ, ഷെയർ മാർക്കറ്റിംഗ് സൈഡ് ബിസിനസ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അധികം ലാഭമൊന്നും കിട്ടില്ല. അത് റിസ്കി അല്ലേ? എന്ത് റിസ്ക് ആണെന്ന് പറയുന്നത്? ജിഗ്നേഷിന്റെ ഫുൾ ഫാമിലി ഇതിൽ ഇറങ്ങിയിരിക്കുക, അമ്മായി അമ്മ ഉൾപ്പെടെ. കാല് നീട്ടി കുഴിയിലിരിക്കുന്ന സമയത്തും കയ്യിലെ പൈസയ്ക്ക് ഒരു കുറവില്ല. ഡാ, നമ്മൾ ജിമിനേഷിന്റെ അമ്മായിമയല്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയാ പിന്നെ ശാന്തിലാൽ പിന്നെ കൊല്ലുന്നത് അത് ചിലപ്പോൾ നമ്മളെ ആയിരിക്കും. ഇനി ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട. നീ ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കേ, എന്തെങ്കിലും വഴി കാണും. അശ്വിൻ, നീ എന്താ ഉറങ്ങിയില്ലേ? ഒരു പെണ്ണിനെ നോക്കി നിന്റെ കല്യാണം നടത്തണം. ഇപ്പൊ പോയി കല്യാണം കഴിക്കാനോ? ഇവിടെ എവിടെയാ സ്ഥലം ഉള്ളത്? ഓ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അതെ, എന്തു വഴിയാ കണ്ടെത്താൻ പോകുന്നത്? ഭാര്യയെ കൊണ്ടുവന്നിട്ട് മേളിൽ കിടത്തണോ? ചിരിക്കാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഇന്ന് മൂഡിലാണല്ലോ. പിന്നല്ലാതെ. ഒച്ച വെക്കല്ലേ, എല്ലാരും അപ്പുറത്തുണ്ട്. അതിന് നീ ഇത് എന്താ ചെയ്യുന്ന? അച്ഛൻ ഉണർന്നു പോകുന്നേ. ചെറിയ വീടല്ലേ, അതിന്റെ റിസ്കും ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ട് വീട് വലുതാവൊന്നുമില്ല. റിസ്ക് എടുത്തല്ലേ പറ്റൂ. അല്ലെങ്കിലും റിസ്ക് എടുത്താലല്ലേ ഒരു സുഖമുള്ളൂ. എന്റെ പൊന്നമ്മാവ, വഴിയൊന്നും മാറി, ഞാനൊന്ന് പോട്ടെ. അതെ, ഷെയർ മാർക്കറ്റിന്റെ കാര്യത്തില് ഞാൻ കുറച്ച് സീരിയസാ. അതിന് നന്നായിട്ട് ചെയ്താൽ കാശ് കിട്ടും. പണം കിട്ടുമെന്നറിയാം, പക്ഷെ ഇതിൽ റിസ്ക് ഉണ്ടല്ലോ. റിസ്ക് എടുക്കുന്നത് ഒരു രസമല്ലേ? നിനക്കാരെങ്കിലും അറിയാമെങ്കിൽ പരിചയപ്പെടുത്തിത്താ, ഞാനൊരു കൈ നോക്കാം. നീ ഒരു കൈ നോക്കുന്നതിലല്ലോ, അതിന് നിനക്ക് സമയമില്ലല്ലോ. നമ്മുടെ അടുത്ത് ഇനി ചെലവഴിക്കാൻ സമയം മാത്രമല്ലേ ഉള്ളൂ. ഈ സമയം കാലമൊക്കെ നോക്കി നിന്ന് നമ്മുടെ കാലം കഴിയും. അപ്പോഴേ ഈ ഡയലോഗ് അടിക്കുന്നതൊക്കെ ശരിയാ,
പക്ഷേ ഇതത്ര എളുപ്പമൊന്നുമല്ല. നീ ഒന്ന് ആലോചിക്ക്. ഞാൻ ആലോചിച്ചു. എടാ നീ ഈ ഞാൻ കാര്യം തീരുമാനിച്ചു. മതി മതി, കുറച്ചെടുത്ത് വെച്ചേക്ക്. മതി, പോ, ഞാൻ സമാധാനമായിട്ട് കഴിക്കട്ടെ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? സർ, ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ജോബറായിട്ട് തുടങ്ങാന്നാ. നിനക്കൊന്നും അറിഞ്ഞൂടാ. എന്തറിയില്ലെന്ന്? മാർക്കറ്റിൽ ഞാൻ പുതിയതാ. എന്നാ ജോലി എനിക്കറിയാം. എന്നാൽ നമുക്കൊക്കെ കടമേക്കാളും വലുത് വ്യാപാരമല്ലേ? അതെ, ജോബറിന് പഠിപ്പുള്ള ആളെ ആവശ്യമില്ല. ഇവിടെ ജോബറായി നിൽക്കുന്ന ആൾ 5ാം ക്ലാസ് പാസ്സാ. ഞാൻ 5ൽ ഫെയിലായതാ. പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. നെയ്യൊഴിച്ചേ. ഫോൺ എടുത്തേ. ആ ഫോൺ എടുക്കാൻ. 25 50 36. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാനത് വീണ്ടും പറയില്ല. ആ, ഒരു പ്ലേറ്റ് സാമ്പാർ, പിന്നെ പരിപ്പ് കറി, പിന്നെ അവിയൽ, പിന്നെ ചോറ്, 2 വക തോരൻ, പിന്നെ പപ്പടം നന്നായിട്ട് മൊരിഞ്ഞത്, റൈത്ത, പിന്നെ വെജിറ്റബിൾ സാലഡും. ഹലോ, ഒരു ഓർഡർ ഉണ്ട്. 1 പ്ലേറ്റ് സാമ്പാർ, പരിപ്പ് കറി, അവിയൽ, ചോറ്, പിന്നെ 2 ടൈപ്പ് തോരൻ, പിന്നെ പപ്പടം നന്നായിട്ട് മൊരിഞ്ഞത് വേണം. ഒരു വെജിറ്റബിൾ സാലഡ്, പിന്നെ റൈത്ത. ഒരു റൈത്തയും കൂടെ. അത് ക്യാൻസൽ ചെയ്തേ. ഞാനത് വീണ്ടും പറയില്ല. പിന്നെ ഓർഡർ ക്യാൻസലാ. അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ റൈത്തയുടെ കാര്യം. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ജോലിക്ക് വെച്ചോളൂ സാർ, നന്നായിട്ട് ജോലി ചെയ്യാം. നാളെ രാവിലെ 9 മണിക്ക് ഭൂഷൺ നിന്നെ റിങ്ങിലേക്ക് കൊണ്ടുപോകും. ഭൂഷൺ ആരാ സാർ? ഞങ്ങളുടെ പഴയ ജോബറാ. മാർക്കറ്റിനെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. നാളെ കാണാം മാർക്കറ്റിനോടൊപ്പം നിന്റെ ഭാഗ്യം തെളിയുന്നുണ്ടോന്ന്. നമസ്കാരം സാർ. അനുഗ്രഹിക്കണം. നമസ്കാരം. ബ്ലാക്ക് കോബ്ര. അയാളെ നീ തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. യഥാർത്ഥ പേര് മനു മന്ത്ര എന്നാണ്. പക്ഷെ മാർക്കറ്റിൽ എല്ലാവരും അയാളെ ബ്ലാക്ക് കോബ്ര എന്നാണ് വിളിക്കുന്നത്. മാർക്കറ്റിൽ വില ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കും അതിന്റെ പിന്നിൽ. അതെന്താ അങ്ങനെ? മാർക്കറ്റിന് നല്ല സ്പീഡിൽ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഒറ്റയടിക്ക് ഇത് താഴെ കൊണ്ടുവരും. മാർക്കറ്റിലെ വില ഏറ്റവും താഴെ ഏറ്റവും കുറഞ്ഞ വിലയിലാണെങ്കിൽ അതിലൂടെയുണ്ടാകുന്ന ലാഭം മുഴുവനും ആ മനുമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ബേറ അല്ലേ? ഇംഗ്ലീഷിൽ അതിനെ ബേർ എന്ന് പറയും. അപ്പൊ നിങ്ങളോ? ഭൂഷൺ ഭട്ട്. ഹർഷദ് മേത്ത. അറിയാം, ഹർഷദ് ശാന്തിലാൽ മേത്ത. അംബാലാൽ സാറാണ് എന്നെ അയച്ചത്. അദ്ദേഹത്തിന്റെ പഴയ ജോബറാണ് ഞാൻ. എന്നാ ഇതിട്ടോ, ഇന്നു മുതൽ മാർക്കറ്റിൽ ഇതാണ് നിങ്ങളുടെ അടയാളം. വരൂ. വണ്ടി അപ്പുറത്ത് വെക്കണേ. സൂക്ഷിച്ചു പോ. എന്താണ് പ്രണവ് സാറേ, മാർക്കറ്റിൽ ജീവൻ എടുക്കുന്നത് പോലെ ഇവിടെയും ജീവൻ എടുക്കണോ? എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോവാതിരിക്കോ ഭൂഷൺ ഡാർലിംഗ്? പോകുമ്പോ ഒരു ടിപ്പെങ്കിലും പറഞ്ഞിട്ട് പോ. പുതിയ അഡ്മിഷനാ. ഹലോ. ഫ്രീ ആയിട്ട് ഞാൻ എന്റെ തന്തയ്ക്ക് പോലും ടിപ്പ് പറയില്ല. വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഈ പോയത് ഇവിടുത്തെ ഒരു സാമ്പിളാ, പ്രണവ് ഷേട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു കളിയാ കളിച്ചത്. ഇയാളെപ്പോലുള്ള ആൾക്കാർ കാരണമാ മാർക്കറ്റൊക്കെ താഴെ വിടാതെ ഉയർന്നു തന്നെ നിൽക്കുന്നത്. അതായത് ബുള്ളല്ലേ? ബുൾ. ഈ 2 ടൈപ്പ് ആൾക്കാരെയും ബെയറെന്നും ബുള്ളെന്നും എന്തുകൊണ്ടാ പറയുന്നതെന്ന് അറിയോ? താൻ പറയേ. ബെയർ എന്ന് പറഞ്ഞ കരടിയല്ലേ? അതെപ്പോഴും കൈകൊണ്ട് താഴേക്ക് അടിക്കുന്നത്. പിന്നെ ബുള്ള് കൊമ്പുകൊണ്ട് മേളിലോട്ടും. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കുറെ വായിക്കാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഓർമ്മ വെച്ചു, ഇത് അമേരിക്കയിലെ വോൾ സ്ട്രീറ്റ് അല്ല, ബോംബെയിലെ ദലാൽ സ്ട്രീറ്റ് ആണ്.
ഇത് ശരിക്കും ഒരു ചന്ത തന്നെയാണ്. ഇവിടെ കരടി താഴോട്ടാക്കിയാലും അതല്ല കാള കൊമ്പ് കൊണ്ട് മുകളോട്ടാക്കിയാലും ആൾക്കാർ താഴെ വീഴുകയാണെങ്കിൽ അതൊരു നല്ല വീഴ്ചയായിരിക്കും. അതുകൊണ്ട് അധികം സാമർഥ്യം വേണ്ട, മനസ്സിലായോ? വാ പോവാം. സിഗ്നലൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം കസ്റ്റമറിന് വിൽക്കണമെന്നാണ്. ഇത് മേടിക്കണമെന്നും. എത്ര മേടിക്കണം, എത്രയും മേടിക്കണമെന്ന് കയ്യിൽ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 25 പൈസ, 50 പൈസ, 12, 12.5, 27.5, 50, 500, 5000 എന്ത് വേണമെങ്കിലും ആയിരിക്കും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേ, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ചോദിച്ചില്ലെങ്കിൽ ഒന്നും പഠിക്കില്ല. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചൊന്നും വിചാരിക്കണ്ട, മനസ്സിലായോ? നടക്ക. 25. അല്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ. അതൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. ഏറ്റവും കൂടുതൽ ഉന്തും തള്ളും നടക്കുന്ന സ്ഥലം നമ്മുടേതാണെന്ന് വിചാരിച്ചാൽ മതി. നീ അവിടെ പിന്നെ ആൾക്കൂട്ടവും ഉന്തും തള്ളും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ചില്ലറ കേസാ. അതിൽ നമുക്ക് താല്പര്യമൊന്നുമില്ല. അതെന്താ? കാരണം അവിടെ പെന്നി സ്റ്റോക്കിലെ ജോബേഴ്സിന്റെ ലീഡാണ് നടക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ ഷെയർസ് തുച്ഛ വിലയ്ക്ക് കുറഞ്ഞ വിലയിൽ നിന്ന് നമുക്ക് ദൂരെ മാറി വേണം പണിയെടുക്കാൻ. കാരണം നമ്മൾ വലിയ സ്റ്റോക്കിലാണ് ഡീൽ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് എപ്പോഴും കണ്ണും മൂക്കും ചെവിയൊക്കെ തുറന്നു തന്നെ ഇരിക്കണം. അല്ല, നമ്മുടെ നാഷണൽ സ്പോർട്ട് ഏതാണെന്ന് എനിക്കറിയാവോ? ക്രിക്കറ്റ്. ഏയ്, ഹോക്കിയാണ്. ഇതും ഹോക്കി പോലെ തന്നെയാ. ഇവിടെ ആദ്യത്തെ മണി അടിക്കുമ്പോൾ ജോബറുടെ ജോലിയാണ് തുടങ്ങുന്നത്. അവസാനത്തെ മണി അടിക്കുമ്പോൾ കളി തീർന്നു. ഇതിന്റെ നടുക്ക് ആരാണ് കൂടുതൽ ഗോൾ അടിക്കുന്നത്, ഗെയിം അവരുടേത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിക്കണേ ധ്യാൻ ചന്ദ്. താൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഇവിടെ സിനിമയൊന്നും ഓടുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഒന്നും മേടിക്കാതെ വിൽക്കാതെ ഇരുന്ന നിന്റെ കാര്യം ഇന്ന് തന്നെ ഉണ്ടാകും, മനസ്സിലായോ? ചെന്ന് എന്തെങ്കിലും വിൽക്കാനോ മേടിക്കാനോ നോക്കേ. ചെല്ലേ, പറയുന്നത് വേണ്ട. 500 പറഞ്ഞാണല്ലോ ഞാൻ. ആദ്യത്തെ ദിവസം തന്നെ എത്ര നല്ല കാര്യമോ ചെയ്ത്. ഇത് എത്ര വലിയ പ്രശ്നമാണെന്ന് അറിയോ നിനക്ക്? എന്താന്ന് പോലും മനസ്സിലായോ? അവനൊന്നും പറഞ്ഞു മനസ്സിലാക്കടോ. അതായത് നീ 25,000 സ്റ്റോക്കാണ് വിറ്റത്. പക്ഷെ ഡീലർ പറയുന്നത് അവർ 23 മേടിച്ചുള്ളൂ എന്നാ. പക്ഷെ ഈ 2000 വ്യത്യാസം നഷ്ടമാണത്. നഷ്ടം എന്താന്ന് അറിയോ നിനക്ക്? ആരടക്കിയത്? ഇല്ല സർ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണും മൂക്കും ചെവിയൊക്കെ തുറന്നു വെക്കണമെന്ന്. അവിടെ ഒരുപാട് തിരക്കും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു. നമ്മുടെ മീഞ്ചന്തയൊക്കെ പോലെ അല്ലേ? എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാ. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കണക്ക് ഓർത്തു വയ്ക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഈ പണി അങ്ങ് വിട്ടേക്ക്. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ മതി. എത്ര എന്തെങ്കിലും ലാഭം ഉണ്ടായാലേ ശമ്പളം കിട്ടുമെന്ന് അവനോട് പറഞ്ഞേര്. ലാഭം ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കി തരും. ഒരു ചാൻസും കൂടെ കിട്ടിയാ. നിനക്ക് വീണ്ടും ഒരു ചാൻസ് തരാന്ന് വെച്ചാൽ വലിയ അപകട. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. റിസ്ക് എടുക്കാതിരിക്കുന്നതല്ലേ മാർക്കറ്റിലെ ഏറ്റവും വലിയ അപകടം. ഇന്നത്തെ ദിവസം ഇതാണ് എന്നെ മാർക്കറ്റ് പഠിപ്പിച്ചത്. അല്ല, നിനക്ക് എന്താ തോന്നിയത്? അംബാലാൽ സാർ നിനക്കൊരവസരം കൂടി തന്ന് നിന്നെ അങ്ങ് വെറുതെ വിട്ടെന്നാണോ? എനിക്ക് അയാളെ വർഷങ്ങളായിട്ട് അറിയാം. അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കണക്കൂട്ടലുണ്ട്. നീ ഒരു കാര്യം ഓർത്തോ, സ്വാർത്ഥതയില്ലാത്ത ഒരുത്തനും ഈ ലോകത്ത് സ്ഥാനമില്ല. നീ 2000 രൂപയുടെ നഷ്ടം വരുത്തിയോണ്ട് അയാൾക്കൊന്നും സംഭവിക്കില്ല. കാരണം നീ ഇന്ന് വിറ്റത് 25,000 സാധനമാണ്. നിന്നെ അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഒരു ധ്യാൻ ചന്ദ് ആയിട്ട് ഓരോ ഗോളങ്ങ് അടിച്ചോണ്ടിരുന്നാ മതി, അത്രേ ഉള്ളൂ.
വിഷമിക്കാതെ ചായ കുടിക്കാൻ നോക്ക്. ഹർഷത്തിന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, BSCയുടെ റിംഗ്. ഒരിക്കൽ കൂടി ഹർഷദ് ആ റിംഗിലേക്ക് മടങ്ങി വന്നു. വെറും 1 വർഷത്തിനുള്ളിൽ ബിസിനസ്സിൽ ഒന്നാമനാവാൻ അവന് കഴിഞ്ഞു. ഇന്നത് തികച്ചു കിട്ടി. പ്രീമിയർ ഓട്ടോയ്ക്ക് എത്ര? 32 37. എത്ര ക്വാണ്ടിറ്റി വാലിഡ് ആണ്? 500. എന്നാ 500 വേണം, 500 വേണം. 35 500. ഇതേ വിലയ്ക്ക് 500 കൂടെ തരാമോ? 35 37 തരാം. സാരമില്ല, 500 വേണം എനിക്ക്. 500 താ. 1000, 1000ത്തിന്റെ വില പറ. 37 40. ഇത് വളരെ കൂടുതലാണല്ലോ. സാരമില്ല, 1000 എനിക്ക് 1000 താ. അല്ല എനിക്ക് ഇതാ വെച്ചോ. എന്നാ എനിക്ക് 1000 കൂടെ വേണം. ഇനിയില്ല, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റും. 1000 കൂടെ താ. എന്റെ കപ്പാസിറ്റി കഴിഞ്ഞു. വേറെ ആരെങ്കിലും നോക്കി പോ. ഇതാ ഇവിടെ. അവിടെ ചോദിച്ചാൽ മതിയോ? നീ എന്താ കാണിക്കുന്നത്? 2 ദിവസമായിട്ട് പ്രീമിയർ ഓട്ടോന്റെ ഷെയർ മത്തി വിൽക്കുന്ന പോലെ വിറ്റ് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് വായിക്കും. പ്രീമിയർ ഓട്ടോ വണ്ടിയുടെ വില കൂട്ടുക. ആരും അകത്തെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തതായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരെ പൈസ ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതൊക്കെ ഇല്ലീഗലാ. എന്നാ ഇന്ന് നോക്ക്, പ്രീമിയർ ഓട്ടോയ്ക്ക് എന്ത് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ വില ഇനി കൂടിയ നഷ്ടം മാത്രമേ ഉണ്ടാവൂ. ഇങ്ങനെ പോയാ ഇങ്ങനെയാ. ഇതുപോലത്തെ ഇൻഫർമേഷൻ നമുക്കും വേണം. നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത്? എടാ, ഇത് പണക്കാര് കളിക്കുന്ന ഗെയിമാ, നമ്മളെ കൊണ്ട് പറ്റില്ല. ഗെയിമിനെ കുറിച്ചൊന്നും നീ പറയേണ്ട ആവശ്യമില്ല. നിനക്ക് ഈ ജോലി ചിലപ്പോൾ ഫുട്ബോളായിട്ടോ ഹോക്കിയായിട്ടോ ബോക്സിംഗ് റിംഗായിട്ടോ ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരിക്കലും ഗെയിം കളിക്കില്ല. ഈ വലിയ ആൾക്കാരുടെ ഗെയിമൊക്കെ പുറത്തുനിന്ന് കാണും, എന്നിട്ട് കൈയടിക്കും. നമുക്ക് ഗെയിം കളിച്ചാലോ? 12th മാൻ ആയാലും ശരി, ഇപ്രാവശ്യം നമുക്ക് കളത്തിലിറങ്ങി കളിക്കണം. നമുക്ക് നമ്മുടെ ലെവലിൽ സെറ്റിംഗ് ചെയ്യാം. അതിന് കമ്പനിയിലെ ചെറിയ ആൾക്കാർ മതി. വർക്കേഴ്സ്, വാച്ച്മാൻ, പ്യൂൺ അല്ലെങ്കിൽ യൂണിയൻ ആൾക്കാർ. ഒന്ന് അന്വേഷിച്ചാൽ മതി, ആരെങ്കിലും കിട്ടും. അയാൾക്ക് തീർച്ചയായിട്ടും കമ്പനിക്കകത്ത് എടുക്കാൻ പോകുന്ന എല്ലാ ഡിസിഷന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഇത് എന്തിനുള്ള സമരം? യൂണിയൻ ഒരു സ്ട്രൈക്ക്. ഞാൻ അല്ല, ആരാ ഈ ഡോക്ടർ? ഒരു ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ദാദാസേട്ടമാണ്. പക്ഷെ ട്രേഡ് യൂണിയനുകളെല്ലാം അയാളുടെ കയ്യിലാണ്. എല്ലാ കാര്യങ്ങളും അയാൾ തീരുമാനിക്കും. പിന്നെ ഈ ഗുളിക ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ, മനസ്സിലായല്ലോ? പറയൂ, എന്താണ് പ്രശ്നം? ഡോക്ടർ സാർ, ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. വളച്ചു കെട്ടുന്നു ഇവിടെ വേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. എന്നാ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല സാർ. പ്രശ്നം മാർക്കറ്റില്ല സാർ. ശരിക്കും ഒരുപാട് പ്രശ്നമുണ്ട് സാർ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറും ബഹളം മാത്രമേ ഉള്ളൂ സാർ. എന്താ പറയാ, ഒരു ദിവസം ഇതിന്റെ വില കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ വില കൂടി. ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു സാർ. പിന്നെ മനസ്സിന്റെ വിഷം അത് വേറെ. നിങ്ങളിവിടെ ടൈം പാസ് ചെയ്യാൻ വന്നാണോ? ഏയ് അല്ല, അങ്ങനെയൊന്നും അല്ല സാർ. എൻ്റെ പേര് ഹർഷദ് മേത്ത. ഞാൻ ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. അതിനെന്താ? പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷെയർ മാർക്കറ്റും കമ്പനിയിൽ ജോലി ചെയ്യുന്ന വർക്കറിൻ്റെ ഇടയിലുള്ള ബന്ധവും അമ്മായിയമ്മയും മരുമോളും പോലെ സാർ. എന്താ പറയുക സാർ, മരുമോൾ വല്ലതും നല്ലത് ചെയ്താൽ അമ്മായിയമ്മ ഹാപ്പി, വില കൂടും. മരുമോളൊന്നും ചെയ്തില്ലെങ്കിൽ അമ്മായിയമ്മ അൺഹാപ്പി, വില കുറയും. മരുമോൾ വല്ലതും പുതിയതായിട്ടുണ്ടാക്കിയ എഴുന്നേറ്റേ, പുറത്തു പോയേ. പോവാൻ. അല്ല അല്ല സാർ, ഞാൻ പറയുന്നത് എന്നോട് സംസാരിച്ചാൽ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ചെല്ലേ.
എടോ അടുത്താളെ പറഞ്ഞുവിട്. ഒരു മിനിറ്റ് ഡോക്ടർ സാർ, ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ കമ്പനിയുടെ ഷെയർ വാല്യൂ എപ്പോഴാണ് കൂടുക? പ്രൊഡക്ഷൻ കൂടുമ്പോഴല്ലേ? അതിന് ഞാൻ എന്താണ് പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഡോക്ടർ സാർ, പ്രീമിയർ വണ്ടിയുടെ വില ഇന്നാണ് കൂട്ടിയിരിക്കുന്നത്. എന്നാൽ 7 ദിവസങ്ങളായിട്ട് ഇതിന്റെ ഷെയർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക, ഡിമാൻഡും കൂടുക. എന്തുകൊണ്ട്? ആരാ എങ്ങനെ ചെയ്യുന്നത്? ആർക്കായിരിക്കും ഇതിന്റെ ഫലം? വർക്കറിനുണ്ടാവോ? അത് നിങ്ങൾക്കോ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഫലം ആർക്കും കിട്ടുന്നില്ല. ഞാൻ വർക്കേഴ്സിന്റെ ലാഭത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എനിക്ക് ഫാക്ടറിയിൽ എന്തൊക്കെ എപ്പോഴൊക്കെ നടക്കുന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാ ദിവസത്തെയും പ്രൊഡക്ഷൻ റിപ്പോർട്ട്, പ്രൊഡക്ഷൻ എപ്പോൾ മുകളിലേക്ക് പോകും, ഹർത്താൽ എപ്പോൾ സംഭവിക്കും, അതൊക്കെ മതി. നോക്കൂ, ഫാക്ടറിയുടെ അകത്തുള്ള കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി ഇതിലുണ്ടാവുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കും തരും. അതായത് നിങ്ങളുടെ ലേബറേഴ്സിന്റെ ആ ഫണ്ടിലിട്ടാലും മതി. ഈ ദാദാസാട്ടം ഇതുപോലത്തെ ആളാണെന്നുള്ളത് നിനക്കറിയാവോ? ഈ പറഞ്ഞതെല്ലാം അയാളെ വിശ്വസിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ തീർച്ചയായിട്ടും അടിക്കും. ഞാൻ നമ്പർ കൊടുത്തിട്ടാണ് വന്ന്. ഈ ലോകത്തിന് എല്ലാത്തിനും ഒരു വിലയുണ്ട്, നമ്മൾ ആ വില കൊടുത്തേ പറ്റൂ. അതെ, കുറച്ച് സലാഡ്. നീ എന്തിനാണ് ഇൻസൈഡ് ട്രേഡിലൊക്കെ പെടാൻ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഈ അംബാലാൽ, ഈ ദാദാസെട്ട്, ഇവരൊക്കെ ചേർന്നായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നത്. മാർക്കറ്റിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണയല്ലേ? ഇതൊക്കെ നമ്മൾ നേരിട്ടില്ലെങ്കിൽ പിന്നെ ആര്? നിന്റെ തത്വജ്ഞാനമൊക്കെ കൊള്ളാം, പക്ഷെ ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. റിസ്ക് എടുത്താലേ ഒരു രസം ഉണ്ടാവും. ഹർഷത്തിന് ഏത് കമ്പനിയിൽ നിന്നാണോ ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടുന്നത്, അവൻ ആ കമ്പനിയുടെ സ്റ്റോക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവൻ ആ സ്റ്റോക്സ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും. വിവരം പുറത്തു വന്നതിന് ശേഷം സ്റ്റോക്സ് കൂടുതൽ കുറയുകയാണെങ്കിൽ അവൻ അതെല്ലാം തിരിച്ചു വാങ്ങിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അവൻ ആ സ്റ്റോക്സ് കോർണർ ചെയ്ത് ഈ വിവരം പുറത്തു വന്നതിന് ശേഷം സ്റ്റോക്കിന് വില കൂടുമ്പോൾ അവൻ അത് വിൽക്കും. അവിടെ സ്ട്രൈക്ക് ആണ്, എല്ലാത്തിനും വില കുറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ആദ്യം മേടിക്കേ, എന്റെ കയ്യിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ പിടിച്ചോ. കമ്പനിക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഹർഷത്തിന് ലാഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ബെയറായിട്ട്, പക്ഷെ കൂടുതൽ സമയവും ബുള്ളായിട്ടായിരിക്കും. അതിനുശേഷം ഇതുപോലെയുള്ള ഇൻസൈഡർ ട്രേഡിംഗ് എല്ലാ കമ്പനീസിന്റെ സ്റ്റോക്കിലും നടന്നു. 3 സിന്തറ്റിക്സ്, നാഷണൽ റയോൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ആൻഡ് ഹർഷത്തിന്റെ പ്രോഫിറ്റ് വളർന്നുകൊണ്ടേയിരുന്നു. ഹർഷദ്, ഞാൻ ഈ ആഴ്ച നാട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുക. നല്ല പ്രോഫിറ്റ് അല്ലേ ഇപ്രാവശ്യം കിട്ടിയത്? ഇതിനെ പ്രോഫിറ്റ് എന്നല്ല, കമ്മീഷൻ എന്നാ പറയണ്ടേ. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ലാലയാ. ലാലയോ? നിന്റെ മുതലാളി അംബാലാൽ സാറോ? ഇനി പേരെൻ്റേതായിരിക്കും, ക്ലയന്റ് എൻ്റേതായിരിക്കും, പ്രോഫിറ്റും എൻ്റേതായിരിക്കും. സ്വന്തമായ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പോവാ. അപ്പോൾ ഈ ജോലിയോ? ഞാനിവിടെ ജോലി ചെയ്യാനൊന്നും അല്ല വന്നത്, ഞാൻ പഠിക്കാൻ വന്നതാ. ആവശ്യമുള്ളതൊക്കെ ഞാനിപ്പോൾ പഠിച്ചു. സുരേഷ് സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സുരേഷ് നന്ദലാൽ ഷാ. പെട്ടെന്ന് തന്നെ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ടാവും. നീ ഇത് കണ്ടോ? എന്ത്? നിനക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാ. ഭൂഷന്റെ ഭാര്യയെ കൊടുത്തയച്ചത്. എന്താ കാര്യം മേത്താ സർ? ഇന്ന് ഭയങ്കര സന്തോഷാണല്ലോ. ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചു. അതിനാണ് നിങ്ങൾ ഇങ്ങനെ സന്തോഷിക്കുന്നേ? സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുവെച്ചാ? ഇനി വെച്ചടി കയറ്റം മാത്രമേ ഉള്ളൂ. ഇനി മുതൽ ഞാനൊരു ജോബറല്ല, എൻ്റെ സ്വന്തം ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പോവാ. അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി സ്വന്തമായിട്ട് കാശുണ്ടാക്കാം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഒന്ന് തെളിച്ച് പറ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാനോടൊന്ന് അറിയട്ടെ. നിന്റെ വീട്ടുകാരോട് പറയാനല്ലേ? നിന്റെ ഹർഷദിന് വലിയൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. വേണ്ട, എന്നോടൊന്നും പറയണ്ട. അല്ല, പറഞ്ഞാൽ മനസ്സിലാവോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ശരി, എന്നാ വാ, ഇരിക്കേ. നോക്ക്, ഒരു ജോബറുടെ ജോലി ലോക്കൽ ട്രെയിൻ പോലെ. ലോക്കൽ ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിന്നിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്? അതെ. ഗ്രീൻ സിഗ്നലിനാണെങ്കിൽ മുന്നോട്ട് പോകും, റെഡ് സിഗ്നലിനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ജോബറും ഓരോരുത്തരും പറയുന്നതനുസരിച്ച് ജോലി ചെയ്യും.
ബ്രോക്കർ പറഞ്ഞാൽ ഡീലറിന് വിൽക്കും, ബ്രോക്കർ പറഞ്ഞാൽ ഡീലറുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഇത്രയൊക്കെ ഓടിയിട്ട് കയ്യിൽ വല്ലതും നിൽക്കുമോ? പോക്കറ്റ് കാലിയാ. പ്രോഫിറ്റ് കിട്ടുന്നത് മുതലാളിക്കും ബ്രോക്കറിനുമാണ്. സ്വന്തമായി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിയാൽ ജീവിതം മാറുന്ന നീ കാണും. പിന്നെ ലോക്കൽ ട്രെയിനല്ല, എക്സ്പ്രസ് ട്രെയിനിലായിരിക്കും യാത്ര. നമ്മൾ നമ്മുടെ സ്വന്തം പണം ഇടും, നമ്മൾ തന്നെ മാർക്കറ്റിൽ പൊസിഷൻ ഉണ്ടാക്കും, നമ്മൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. മനസ്സിലായല്ലോ അല്ലേ? പിന്നെന്താ, മനസ്സിലായി കുറച്ചൊക്കെ. പക്ഷേ സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ മുഴുവനും മനസ്സിലാക്കിയേനെ. ഇത്രയും സ്നേഹം തന്നാ മതിയാവോ? ഇതെപ്പോഴാ വാങ്ങിയേ? ഈ തീരുമാനം എടുത്തപ്പോ. കൊള്ളാം. മെനു നോക്കി വെച്ചാ? ഇത് മേടിച്ചാ ഇതിന്റെ കൂടെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമോ? ജോലി വിട്ടേനെ ആരെങ്കിലും ആഘോഷിക്കോടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ മെനുവിൽ എന്താ മനസ്സിലാക്കാനുള്ളത്? എടാ മെനുവിലല്ല, എനിക്ക് നിന്നെ മനസ്സിലാവാത്ത. ഞാനോ? ഞാൻ വളരെ സിമ്പിൾ അല്ലേ? എന്താ അച്ഛാ ഇത്? എടാ അതൊന്നുമില്ല, നീ ഓർഡർ ചെയ്യാൻ നോക്ക്. എനിക്ക് മനസ്സിലാകാത്തത്, ഇത്രയും നല്ലൊരു ജോലി വിട്ടിട്ട് പണം ചെലവാക്കാൻ നീ എന്തിനാ അങ്ങോട്ട് വന്നത്? നിനക്ക് ലോട്ടറി അടിച്ചോ? അച്ഛാ, നമ്മുടെ കയ്യിൽ കിട്ടിയത് ലോട്ടറിയേക്കാൾ വലുതാണ്. ട്രേഡിംഗ് അക്കൗണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്, അതും സ്വന്തമായിട്ട്. ആര്? ഞങ്ങൾ തന്നെ. ഞാനും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതെന്താ സോപ്പിന്റെ പരസ്യമാണോ? ഒന്ന് വാങ്ങിച്ചോ ഒന്ന് ഫ്രീ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലി വിട്ടു, എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എടാ, ഈ വീട്ടിൽ എന്തൊക്കെയായി സംഭവിക്കുന്നത്? അച്ഛൻ എന്താ ഇപ്പൊ അറിയേണ്ടത്? സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് എത്ര നാൾ ചെയ്യണം? അധ്വാനം നമ്മുടെ, ബുദ്ധി നമ്മുടെ, പ്രോഫിറ്റ് നമ്മുടെ തന്നെ ആയിരിക്കണ്ടേ? നിനക്കെന്താ വേണ്ടത്? പ്രോഫിറ്റ് വേണമെങ്കിൽ നഷ്ടം നീ തന്നെ സഹിക്കണ്ടേ? എന്നോട് ചോദിക്കും, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എടാ, തുണിയുടെ മാർക്കറ്റിൽ വിശ്വാസമില്ല, അവനാ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. എടാ, അച്ഛന് മധുരം വല്ലതും വാങ്ങിച്ചു കൊടുക്ക. നല്ല വാക്ക് പറയുമോ നോക്കാം. വായിന്ന് അപശകുനം മാത്രമേ വരൂ. ഇവര് രണ്ടുപേരും നല്ല കാര്യമല്ലേ ചെയ്യാൻ പോന്നത്? അതിനെന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞുകൂടെ? നല്ല വാക്ക് പറഞ്ഞെന്ന് വെച്ച് കച്ചവടം നന്നാവണമെന്നൊന്നുമില്ല. നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഫ്രീ ആയിട്ട് തരുമോ? ഹലോ, ഒന്നേ എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ ഹോട്ടലെ ബെസ്റ്റാ, വെരി ഗുഡ്, നമ്പർ 1. ഇപ്പോ ഞാൻ ഈ ഹോട്ടലിനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം തരൂ. നമുക്ക് വീട്ടിൽ പോയി ആഹാരം കഴിക്കാം. സത്യമല്ലടാ ഞാൻ പറഞ്ഞേ. ഇന്ന് പണം ലാഭിച്ചാൽ നാളെ നിങ്ങൾക്കല്ലേ? അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? എടാ, ഒന്ന് ഓർഡർ ചെയ്ത്. സർ, can I take the order? എടുത്തോ, എഴുതിക്കോ. ഒരു പ്ലേറ്റ് ബുദ്ധി, ഒരു പ്ലേറ്റ് വിവരം, പിന്നെ കുറച്ച് ഉത്തരവാദിത്വം. ഉണ്ടോ ഇതൊക്കെ നിങ്ങളെടുത്ത്? അത് മെനുവിലില്ല. എന്നാ ഇവരെ കയ്യിൽ നിന്ന് എടുത്തോ, ഇവരെ കയ്യിൽ ഒരുപാടുണ്ട്. ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വരുമോ പ്ലീസ്? 5 ചപ്പാത്തി. എനിക്ക് ചോറും പരിപ്പ് കറിയും പറ. ഒരു ചോറും പരിപ്പ് കറിയും, നല്ല ചൂടായിട്ട്. എനിക്കറിയാമായിരുന്നു ആദ്യം നീ തന്നെയായിരിക്കും ഇവിടുന്ന് പോകുന്നെന്ന്. ഇറങ്ങിയല്ലേ? ഞങ്ങൾ അറിഞ്ഞോ അശ്വിൻ ഒരു കല്യാണം കഴിക്കുമെന്ന്? വീടിന് അത്ര വലിപ്പം പോരാ. 1.5 ലക്ഷത്തിന് വലിയൊരു വീട് മേടിച്ചു. ഞാൻ ചെയ്തത് ഫ്യൂച്ചറിന് വേണ്ടിയാ. നീ എപ്പോഴും അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കൂ. ഇനി കളിയും ഡാൻസ് ഒന്നും ഇവിടെ കാണില്ലല്ലേ? ലാല, ഞാൻ വീട് വിട്ടാ പോകുന്നത്, അല്ലാതെ നാട് വിട്ടല്ല. എല്ലാ ഉത്സവത്തിനും ഞാൻ ഇവിടെ തന്നെ വന്ന് ഡാൻസ് കളിക്കും. നിനക്ക് സമയം കിട്ടോ? നിനക്ക് സമയം കിട്ടുമ്പോൾ നീ വാ, ഞാൻ നിനക്ക് ഷെയർ മാർക്കറ്റ് പഠിപ്പിച്ചു തരാം. എടാ, നീ ഒന്നും മിണ്ടായിരി. എനിക്ക് ഇതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാവില്ല? നീ എന്തുകൊണ്ടാ പണം ഇടാൻ ഇത്രയും പേടിക്കുന്നത്? എടാ, റിസ്ക് എല്ലായിടത്തും ഉണ്ട്. ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാ നീ 1 കൊല്ലത്തിലുണ്ടാക്കുന്ന 1 മാസത്തിലുണ്ടാക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കടാ. നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ, ഞാൻ വീട് കാണിച്ചു തരാം, ഷെയർ മാർക്കറ്റ് പഠിപ്പിച്ചു തരാം. ഇറങ്ങാൻ നോക്ക്. ചായ ഇദ്ദേഹത്തിന് കൊടുക്ക്. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നന്നായിട്ടൊന്ന് സൽക്കരിക്കേ. ഏട്ടത്തിയുടെ ഹണിമൂൺ പീരീഡ് അല്ലേ, ഒന്ന് വിശ്രമിക്കേ. എടാ, നീ നിന്റെ പണി നോക്ക് മര്യാദയ്ക്ക്. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളൂ.
അൻവർ ഫാർമയോ? ഇത് ഏത് കമ്പനിയാ? അൽവർ ഫാർമയാ. എടത്തി ഇദ്ദേഹത്തിനൊരു കണ്ണട മേടിച്ചു കൊടുക്ക്. നീ എന്തിനാ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിനക്ക് ചിപ്പ് എന്തെങ്കിലും കിട്ടിയോ? ടിപ്പ് കിട്ടിയിട്ടില്ല. ടിപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് മാർക്കറ്റിൽ എല്ലാവരോടും പറയണം. എടാ, ഇതിന് വിലയില്ലല്ലോ. ഇതിനെന്താ ചിപ്പ്? ഷെയറിന്റെ വില 5 രൂപ. അതല്ലേ കാര്യം. 5 രൂപയല്ലേ ഉള്ളൂ. ബൾക്കായിട്ട് മേടിച്ചാൽ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പിന്നെ മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ പരത്തി വിട്ടാ പിന്നെ ഡീലേഴ്സിന്റെ ഒരു ബഹളം തന്നെ ആയിരിക്കും അവിടെ. ശരിയായ സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഷെയർ വീണ്ടും ഡംപ് ചെയ്താൽ പോരെ. ഈസിയാണ് പറയാൻ, ചെയ്യാനല്ല. അറിയാം. നോക്ക്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 20,000 ഷെയർ മേടിക്കാനുള്ള പൈസ ഉണ്ട്. ഇനി 20,000-ന്റെ പൈസ കിട്ടിയാലേ നമുക്കൊരു കലക്കാം. ഇനി 20 മേടിക്കാൻ പോണോ? അതിനാര് തരും? മാർക്കറ്റിൽ എല്ലാവരും നിന്നെ പോലെയല്ല ചിന്തിക്കുന്നത്. അൻവർ ഫാർമ. അൽവർ ഫാർമയാണ്. പ്രണവ് സാറേ, ഞാൻ ഹർഷദ് മേത്ത, ബ്രോക്കറാണ്. അതിന് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളായിരിക്കും. ഇപ്പം വേണ്ട, എനിക്ക് മൂടില്ല. ഇനി സംസാരിക്കാൻ മൂഡ് വരാനും പോകുന്നില്ല. ഹലോ പ്രണവ് സാറേ. ഇവിടെ സിഗരറ്റ് അലോഡല്ല. ഞാൻ ഹർഷദ്, ഓർമ്മയുണ്ടോ? അതിന് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയ സീ ഇഫ് യു ക്യാൻ സ്മെൽ സംതിങ് ഗുഡ്. 5 മിനിറ്റാണ് ചോദിച്ചത്, പക്ഷേ ഞാൻ 1 സെക്കൻഡിൽ ഉത്തരം പറയാം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതെ പ്രണവ് സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ നീ പറയാൻ പോകുന്നേ? എനിക്ക് പണം മണക്കാൻ കഴിയും. നോട്ട് ഏതാ ചില്ലറ ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നീ എന്താ വിചാരിച്ചേ? എന്റെ ക്ലയൻസ് ഒക്കെ അത്ര ചീപ്പാണെന്നാണോ? അവർ ചില്ലറ തൊടാറില്ല. ശരി സാർ, ഒരു കാര്യം പറ. എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് കറൻസി ഏതാ? 100-ന്റെ നോട്ട്. അല്ല, നോട്ടല്ല, കോയിൻസാ. 25, 50, 1 രൂപ. എല്ലാവരുടെയും കണ്ണ് നോട്ടിലായിരിക്കും. കോയിൻസ് ആരും നോക്കില്ല. അതേപോലെ ചെറിയ സ്റ്റോക്സിനെ ആരും തന്നെ നോക്കില്ല. എന്നാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവും. ഓപ്പറേറ്റ് ചെയ്യാനോ? നീ സ്റ്റോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നോ? സ്റ്റോക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇല്ലീഗലാണ്, ജയിലിൽ പോകും. മനസ്സിലായോ? പ്രണവ് സാറേ, നിങ്ങൾ ഈ വലിയ നോട്ടുകൾ മണത്തെടുക്കുന്ന പോലെ എനിക്ക് ഈ ചില്ലറയിൽ വലിയൊരു സംഭവം കാണുന്നുണ്ട്. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാനോ? 1 മിനിറ്റ്. ഇത് മുഴുവനും എടുത്തോ, എന്നിട്ട് പോയി ട്രൈ ചെയ്യേ. എനിക്ക് പണം വേണ്ട. ഈ പണം നിങ്ങൾ വെച്ചോ സാർ. നമുക്ക് 1 മിനിറ്റ് ചെയ്യാം. നീ ആള് കൊള്ളാലോ. 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാന്നോ? എന്ത് ചെയ്യും നീ? ഇന്ന് റിങ്ങിലോട്ട് വാ. അൽവർ ഫാർമ ബോർഡിലുണ്ടായിരിക്കും. അൽവർ ഫാർമയോ? ഹർഷത്തിന്റെ കയ്യിൽ എന്തോ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാലോ. ഇത് പറഞ്ഞത് ഹർഷത്തിയേട്ടനാണെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്നാ പിന്നെ എന്റെ പേരിലും കുറച്ച് മേടിച്ചേ. ഓക്കെ, ശരി. ഇതേ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹർഷദേട്ടന് ഏതോ വിവരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നോക്കണം. കയ്യിൽ നിന്ന് 30 കൂട്ടി കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. മനസ്സിലായോ? പോയി മേടിക്കാം. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിനക്ക് നല്ല ഉറപ്പാണല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ, പേടിക്കാതിരിക്കേ. എടാ, എനിക്ക് പേടിയാവുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നേ. അവസാനത്തതായിരിക്കില്ല. സമാധാനപ്പെടും. വാ.
ആരാ എപ്പോഴും ജയിക്കാറുള്ളതെന്ന് എനിക്കറിയാവോ? ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ളവര്. ഇത് മുൻപേ തെളിയിച്ചിട്ടുണ്ട്. ചീറ്റയാണ് എപ്പോഴും ജയിക്കുന്നത്. എന്നിട്ട് ഇവിടെയോ കുതിരകളെയാണ് ഇട്ട് ഓടിക്കുന്നത്. കുതിര ഓടുക മാത്രമേ ഉള്ളൂ. ചീറ്റ ഇസ് ദ ഫാസ്റ്റസ്റ്റ്. ഇന്നത്തെ റിങ്ങിലെ ചീറ്റ നീയായിരുന്നു. ഞാൻ വേറെ 2 സ്റ്റോക്സ് നോക്കുന്നുണ്ട്. ഒന്ന് ബ്ലോകാസ്റ്റ്, പിന്നെ ഇന്ത്യ ഗിയേഴ്സ്. ഈ ഡീല് നമുക്ക് 50-50 ആക്കിയാലോ? ഡൺ. അർഷദ് അല്ല, ശരി, അത് നമ്മുടെ അർഷദ് അല്ലേ? ആ അതെ അർഷദ്, അവിടെ നിൽക്കാന് പുതിയ വണ്ടിയൊക്കെ മേടിച്ചോ? അത് കൊള്ളാലോ. ഇന്നത്തെ ചായ നിങ്ങളുടെ വക. നിങ്ങളൊന്നും എന്റെ അക്കൗണ്ടിലെ ചായ അല്ലേ കുടിക്കുന്നത്? ഇയാളുടെ കാര്യം വിട്. എന്താ മേടിക്കണ്ടെന്ന് പറ. ടാറ്റയുടെ ഏതെങ്കിലും ഒരു ഷെയർ മേടിക്കേ. ആലോചിക്കേണ്ട, പഴയ കമ്പനിയാ. ഇന്നല്ലെങ്കിൽ നാളെ പ്രോഫിറ്റ് കിട്ടും. പുതിയതിൽ പണം ഇട്ടിട്ടാണ് വണ്ടി വാങ്ങിച്ചത്. എന്നിട്ട് നമ്മളോട് പറയുന്നു പഴയത് വാങ്ങിക്കാം. എന്തൊരു ഏർപ്പാടില്ലല്ലോ അർഷദ്. ശരി, എന്നാൽ നിങ്ങളും പുതിയത് മേടിക്കേ. ലോസ് ആയെന്ന് എന്നോട് പറയരുത്. ഇല്ലില്ല, അതെങ്ങനെ ശരിയാവാനാ? ഇത്രയധികം ലാഭം ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വരുന്ന റിസ്ക്കും വലുത് തന്നെ ആയിരിക്കും. എന്നെ പോലെ റിസ്ക് എടുക്കുന്ന രസമാണെങ്കിൽ എടുത്തോ. ഒന്നുകിൽ മുങ്ങും അല്ലെങ്കിൽ പറക്കും. ഈ പുതിയ കമ്പനികളൊക്കെ ഇങ്ങനെയാ. ഒരിക്കൽ വീഴുന്നു കഴിഞ്ഞാൽ നമ്മുടെ 10 ലക്ഷമാണ് അവരുടെ കയ്യിൽ പെട്ടുപോയത്. അരമണിക്കൂറിനുള്ളിൽ ആരോ ഗെയിം മാറ്റി കളിച്ചു. റിലയൻസിന്റെ 3.5 ലക്ഷം ഷെയർ ആരും മാർക്കറ്റിലിറക്കി, അതും കുറഞ്ഞ വിലയ്ക്ക്. ആരാണ് ചെയ്തത്? മനുഭായ് മന്തോടിയ? എനിക്കറിഞ്ഞുകൂടാ. ടെൽക്കോ, കിസ്കോ എല്ലാവരും ഒരുപാട് ഷെയർ വിറ്റു. 8 തൊട്ട് 10% വരെയാണ് ക്രാഷായത്. എല്ലാവരും പറയുന്നു കൽക്കട്ടക്കാരാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഏതോ അജയ് മാക്കടിയ, അജയ് കേടിയ. അയാളുടെ പേരെന്തായാലും എന്താ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പെരുവഴിയിലായില്ലേ? എല്ലാം തകർന്നു പോയി. 10 ലക്ഷം രൂപ. ഹർഷത്തിന്റെ ഇന്നിങ്സ് അവിടെ വെച്ച് തീർന്നു എന്നാണ് അന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ മാച്ച് ആണെങ്കിൽ തുടങ്ങിയിട്ട് പോലുമില്ല. അയാളുടെ കഥയുടെ എൻഡിന് ഇനിയൊരു 10 വർഷം കൂടെ ബാക്കിയുണ്ട്. ഹലോ, യാ സുജിത ഹിയർ. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. എന്റെ മുന്നിലിരിക്കുന്ന സോഴ്സ് പറയുന്നത് ഹർഷത്തിന് SBI-യുമായി എന്തൊക്കെയോ സീരിയസ് ആയ ഇടപാടുകളുണ്ടെന്നാ. എനിക്കിതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിയണം. ക്യാൻ വി മീറ്റ്? താങ്ക് യു. ആൾ സീ യു ദേർ. അല്ല, ഇവിടെ ഇരുന്ന ആളെവിടെ പോയി? ഞാൻ ചായ കൊണ്ടുവന്നപ്പോ അയാൾ ഇവിടെ ഒന്നും കണ്ടില്ല. എവിടെ പോയി അറിയില്ല.